ഹലോ, നമ്മൾ ഇന്ന് വാഗ്നർ മെർവിൻ റീഅറേഞ്ച്മെന്റിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാഗ്നർ മെർവിൻ റീഅറേഞ്ച്മെന്റ് എന്താന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. സോ ഇത് ഹൈഡ്രജൻ ബ്രോമൈഡ് HBr ആയിട്ട് റിയാക്ട് ചെയ്തിട്ടാകുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യം എന്താ നടക്കുക, ഈ HBrലെ H+ റിയാക്ട് ചെയ്യും. ദെൻ ഇവിടെ OH ഗ്രൂപ്പ് ഇല്ലേ, OH ഗ്രൂപ്പുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യും. ഇവിടെ OH2+ ആയിട്ട് മാറും. കണ്ടോ, OH2+ ആകും. ദെൻ എന്ത് ചെയ്യും, ഈ OH2+ വാട്ടർ മോളിക്യൂൾ ആയിട്ട് എലിമിനേറ്റ് ചെയ്യും. അപ്പൊ ആ ഒരു പ്ലേസിലാണ് പ്ലസ് ചാർജ് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ പ്ലസ് ചാർജ് കാണാൻ പറ്റും നമുക്ക് ഈ ഒരു പൊസിഷനിൽ. അപ്പൊ ഇത് എന്ത് ടൈപ്പ് കാറ്റോണാ? ഇത് സെക്കൻഡറി കാർബോകാറ്റോൺ ആണ്. നമുക്കറിയാം കാർബോകാറ്റോണിന്റെ സ്റ്റെബിലിറ്റി ടെർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആണ്. അപ്പോ മോസ്റ്റ് സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഈ സെക്കൻഡറി കാർബോകാറ്റോൺ എന്താകും, ഈ കാർബോകാറ്റോൺ ചേഞ്ചസ് ടു ടെർഷ്യറി കാർബോകാറ്റോൺ. അപ്പൊ ഇവിടെ ബോണ്ടിന്റെ ഷിഫ്റ്റിംഗ് നടക്കും. സോ ഇവിടെയുള്ള ഈ ഒരു ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ എന്താ നടക്കുക, ദെൻ ആ ഒരു റീഅറേഞ്ച് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ ആണ് പിന്നെ ഇവിടെ വരച്ചിട്ടുള്ളത്. ഇവിടെയാണ് പോസിറ്റീവ് ചാർജ് വരുന്നത്. ഓക്കെ, ദെൻ ഓൾസോ ഈ ബോണ്ട് ഇവിടുന്ന് എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ ഒരു 5 മെമ്പേർഡ് റിംഗ് അവിടെ ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്കൊരു ടെർഷ്യറി കാർബോകാറ്റോൺ കിട്ടും വിത്ത് ഈ ഒരു 4 മെമ്പേർഡ് റിംഗ് എക്സ്പാൻഡ് ചെയ്തിട്ട് 5 മെമ്പേർഡ് റിംഗ് ആയിട്ട് മാറും. ഇതാണ് ആ 5 മെമ്പേർഡ് റിംഗ് ആയിട്ട് മാറുന്നത്. അപ്പോ ടെർഷ്യറി കാർബോകാറ്റോൺ കിട്ടി. ഇനി എന്താ സംഭവിക്കുക, നമ്മൾ HBr ആയിട്ട് റിയാക്ട് ചെയ്തിനി, ദെൻ Br- ഈ പ്ലസിന്റെ അവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടും. അപ്പൊ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റോൺ ടെർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആണ്. അതുപോലെ തന്നെ റിംഗ് സ്ട്രെയിന് ഏറ്റവും സ്ട്രെയിന് കൂടുതൽ ഏതിനാ, 3 കാർബൺ സിസ്റ്റത്തിനാണ് കൂടുതൽ. പിന്നെയാണ് 4, പിന്നെ 5, പിന്നെ 6. ഏറ്റവും സ്ട്രെയിൻ കുറവ് 6 കാർബൺ സിസ്റ്റത്തിന്. ഓക്കെ, അപ്പൊ ഇവിടെ ആ ഒരു സ്ട്രെയിൻ ഇപ്പൊ 4 മെമ്പേർഡ് റിങ്ങിനെ 5 മെമ്പേർഡ് ആക്കിയത് എന്തിനാ, ആ ഒരു സ്ട്രെയിൻ കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഒരു HBr ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആദ്യം H+ അവിടെ OH ഉള്ള പ്ലേസിൽ അറ്റാക്ക് ചെയ്യണം. ദെൻ എന്ത് ചെയ്യുക, വാട്ടർ മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്യുക. വാട്ടർ മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്യുമ്പം അവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും. അങ്ങനെ കാർബോകാറ്റോൺ ഫോം ചെയ്യും. ദെൻ അത് ഏത് ടൈപ്പ് കാർബോകാറ്റോൺ ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. സെക്കൻഡറി കാർബോകാറ്റോൺ ആണെങ്കിൽ അതിന് ടെർഷ്യറി കാർബോകാറ്റോൺ ആക്കുക. ദെൻ എന്ത് ചെയ്യുക, ആ Br- ആ ഒരു പോസിറ്റീവ് ചാർജിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യാം. നമുക്ക് എന്നിട്ട് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടും. ഓക്കെ, ഇനി എടുത്താൽ നമ്മള് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതിന്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും, ഇവിടെ H2SO4 ആയിട്ടാണ് ഈ ഒരു കോമ്പൗണ്ട് റിയാക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്താ ഫസ്റ്റ്, നമ്മള് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം
H+ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഈ H+ എന്താ ഈ ഒരു റിയാക്ടന്റിൽ OH ഉള്ളിടക്ക പോയിട്ട് അറ്റാച്ച് ചെയ്യും. ദെൻ OH2+ ആയിട്ട് മാറും. ഈ OH2+ എന്താ വാട്ടർ മോളിക്യൂളിന്റെ എലിമിനേഷൻ നടക്കും. ഓക്കെ, വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യും. ഇനി എന്താ സംഭവിക്കുക? ഈ 4 മെമ്പേർഡ് റിങ്ങിന്റെ എക്സ്പെൻഷൻ നടന്നിട്ട് 5 മെമ്പേർഡ് ആവുന്നുണ്ട്. ഓൾസോ ഇവിടെ എന്താ ഫോം ചെയ്യാം? ഇവിടെ ഒരു പ്രൈമറി കാർബോകാറ്റോൺ ആണ് ഫോം ചെയ്യുക. അപ്പൊ നമുക്കതിന് സെക്കൻഡറി ആക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ബോണ്ടിന്റെ ഷിഫ്റ്റ് നടക്കും. ദെൻ ഇവിടെയാണ് പ്ലസ് ചാർജ് ഇങ്ങനെ ഫോം ചെയ്യും. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പം ദെൻ ഇതൊരു 5 മെമ്പേർഡ് റിംഗ് ആയിട്ട് മാറും. എന്നിട്ട് ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ വന്ന് അപ്പോ ഇതിന്റെ ഈ ഒരു 5 മെമ്പേർഡ് സ്ട്രക്ചറിനെ നമ്മൾ ഈക്വൽ ആയിട്ട് ഇങ്ങനെ നമുക്ക് വരക്കാം കേട്ടോ. നമുക്ക് മനസ്സിലാവേണ്ട എളുപ്പത്തിൽ ഇങ്ങനെ 5 മെമ്പേർഡിനെ വരക്കാം. അപ്പൊ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ദെൻ അതിന്റെ അഡ്ജസന്റ് കാർബണിൽ എന്തുണ്ട്? 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ ഇത് ഏത് ടൈപ്പ് കാർബൺ ആണ്? ഇത് സെക്കൻഡറി കാർബോകാറ്റോൺ ആണ്. ഓക്കെ, ഇനി എന്ത് സംഭവിക്കും? ഈ ഒരു സ്റ്റെബിലിറ്റി കൈവരുന്നത് വരെ, അതായത് ഇതൊരു ടെർഷ്യറി കാർബോകാറ്റോൺ ആവുന്നത് വരെ നമ്മൾ ഇതിനെ റിയാക്ഷൻ ചെയ്തുകൊണ്ടേ നിൽക്കും. ദെൻ ആദ്യം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുമ്പം വാട്ടർ എന്ന് പറയുന്നത് H+OH- അല്ലേ? അപ്പൊ ഈ ഒരു H+ന്റെ സ്ഥലത്ത് ഈ OH വന്നിട്ട് അറ്റാക്ക് ചെയ്യും. എന്നിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ഇത്. ഓക്കെ, ഇനി ഈ ഒരു കോമ്പൗണ്ട് ആദ്യം H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ അതിലെ H+ എന്താ OH- അറ്റാക്ക് ചെയ്യും. എന്നിട്ട് OH2+ ഉണ്ടാകും. ദെൻ വാട്ടർ മോളിക്യൂളായിട്ട് എലിമിനേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചറാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താ സംഭവിക്കുക? ഇവിടെ ഈ ഒരു ഷിഫ്റ്റ് നടക്കും. മീഥൈലിന്റെ ഷിഫ്റ്റ് നടക്കും. പ്ലസ് ചാർജ് ഇങ്ങോട്ടേക്കും ഈ മീഥൈൽ ഗ്രൂപ്പ് ഇങ്ങോട്ടേക്കും ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചറാണ് ഇത്. ദെൻ എന്ത് സംഭവിക്കും? നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലസ് ചാർജല്ലേ എവിടെയുള്ളത്? അവിടുത്തെ ഹൈഡ്രജൻ H+ ആയിട്ട് റിമൂവ് ചെയ്തു പോകും. അപ്പൊ ഹൈഡ്രജന്റെ ബോണ്ട് എന്ത് ചെയ്യും? ഇവിടത്തേക്ക് വരും. അങ്ങനെ നമുക്ക് ഈ ഡബിൾ ബോണ്ട് ഇവിടെ വന്നിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് നമുക്ക് ഏറ്റവും എൻഡിൽ കിട്ടുക. എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ആണ്. ആദ്യം നമ്മൾ H+ആയിട്ട് ഈ OH ഉള്ളെടുക്കുക. H+ വന്നിട്ട് അറ്റാക്ക് ചെയ്യും. എന്നിട്ട് OH2+ ആകും. എന്നിട്ട് എന്ത് സംഭവിക്കും? നമ്മൾ അതിനെ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റോൺ ആക്കി മാറ്റലാണ് നമ്മുടെ ലക്ഷ്യം. സോ പ്രൈമറി ആണെങ്കിൽ അതിനെ സെക്കൻഡറിയോ ടെർഷ്യറി ആക്കിയിട്ട് മാറ്റും. എന്നിട്ടാണ് നമ്മൾ മീഥൈലിന്റെ ഷിഫ്റ്റ് നടത്തേണ്ടത്. മീഥൈൽ അല്ലെങ്കിൽ ഹൈഡ്രജൻ അല്ലെങ്കിൽ ഫീനിൽ, അത് ഏതാണ് പ്രസന്റ് ആയിട്ടുള്ളത് അതിന്റെ ഷിഫ്റ്റ് നടത്തുക. സോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു റീഅറേഞ്ച്മെന്റ് ചെയ്തിട്ട് പ്രോഡക്റ്റ് കിട്ടേണ്ടത്. അതാണ് വാഗ്നർ മെർവിൻ റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് ഒരു കാർബോകാറ്റോൺ ഫോം ചെയ്യുക ചെയ്യുന്നത്, സ്റ്റേബിൾ ആയിട്ടുള്ള. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു റിയാക്ടന്റ് HBr റിയാക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് എന്താണ്? നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു മാറ്റൂല, എല്ലാം സെയിം മെത്തേഡ് ആണ്.
സെയിം സ്റ്റെപ്പാണ് എല്ലാത്തിനും നടക്കുന്നത്. അപ്പൊ ഫസ്റ്റ് എന്ത് നടക്കുക, H+, ദെൻ OH പോയിട്ട് അറ്റാക്ക് ചെയ്യും, OH2+ ഫോം ചെയ്യും. ഓക്കെ അല്ലേ? ഇനി എന്ത് സംഭവിക്കും, ഈ OH2+ ദെൻ വാട്ടർ മോളിക്യൂളായിട്ട് എലിമിനേറ്റ് ചെയ്യും. അപ്പൊ അവിടെ ആ ഒരു കാർബണിൽ എന്താ, പ്ലസ് ചാർജ് വരും. അതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ഇതെന്താ, ഇതൊരു പ്രൈമറി കാർബോകാറ്റയോൺ അല്ലേ? ഇതിനെ നമുക്ക് ഈ ബോണ്ട് ഇവിടത്തേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ആണ് ഇത്. സോ ഇതെന്ന് പറയുന്നത് ഒരു പ്രൈമറി കാർബോകാറ്റയോൺ ആണ്. ഓക്കെ, കാരണം കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു കാർബണുമായിട്ടല്ലേ. സോ ദിസ് ഈസ് പ്രൈമറി കാർബോകാറ്റയോൺ. ഇനി എന്ത് സംഭവിക്കും, ഈ പ്രൈമറി കാർബോകാറ്റയോൺ നമുക്ക് ടേർഷ്യറി ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക, ഈ ഒരു പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഹൈഡ്രജൻ നേരെ ഓപ്പോസിറ്റേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ കിട്ടും. അപ്പൊ ഇതെന്താണ്, ഇത് ടേർഷ്യറി കാർബോകാറ്റയോൺ ആണ്. ഇനി എന്ത് സംഭവിക്കുക, നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോൺ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ Br വെച്ചിട്ട് അത് റിയാക്ട് ചെയ്യിക്കാം. അപ്പൊ എന്ത് ഫോം ചെയ്യും, ഈ Br+ ചാർജിന്റെ അവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്യും. Br- അല്ലേ? അപ്പൊ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? ആദ്യം നമ്മൾ ഒരു സ്റ്റേബിൾ കാർബോകാറ്റയോൺ ആക്കി വെക്കുക, എന്നിട്ടാണ് നമ്മുടെ ആനിയോൺ അവിടെ ആഡ് ചെയ്യേണ്ടത്. നമ്മുടെ ആനിയോൺ ഏതാണ്, Br- ആണ്. Br- ആഡ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യനിൽ HBr ആയിട്ടാണ് നമ്മളെ കോമ്പൗണ്ട് റിയാക്ട് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് എന്താ പ്രൊഡക്റ്റ് ഫോം ചെയ്യാന്നൊന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താ സംഭവിക്കുക, H+ ആയിട്ട് ഫസ്റ്റ് റിയാക്ട് ചെയ്തിട്ട് ദെൻ ഇവിടെ OH2+ ഉണ്ടാകും. ദെൻ ഈ വാട്ടർ മോളിക്യൂൾ ആയിട്ട് ഇത് എലിമിനേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ഫോം ചെയ്യും, ഇവിടെ ഒരു പ്ലസ് ചാർജ് ഫോം ചെയ്യും. ഓക്കെ, ദെൻ എന്താണ്, ഈ ഒരു പ്ലസ് ചാർജ് ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഹൈഡ്രജൻ നേരെ ഓപ്പോസിറ്റേക്കും ഷിഫ്റ്റ് ചെയ്യും. അതെന്തിനാണ്, നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോൺ ഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്ലസ് ചാർജ് ഷിഫ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഈ ഒരു പ്രോഡക്റ്റ് മോസ്റ്റ് സ്റ്റെബിലൈസ്ഡ് ആണ്. കാരണം സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ്. കാരണം ഈ ഒരു ബെൻസീൻ റിങ്ങിൽ എന്താ കോൺജുഗേഷൻ ഇല്ലേ. സോ ഈ ഒരു പോസിറ്റീവ് ചാർജ് ഇതുമായിട്ട് സ്റ്റെബിലൈസ്ഡ് ആവും, ഈ കോൺജുഗേഷനിൽ ഏർപ്പെട്ടിട്ട് സ്റ്റെബിലൈസ്ഡ് ആവും. ഓക്കെ, സോ അതുകൊണ്ടാണ് ഈ ഒരു കാർബോകാറ്റയോണ് സ്റ്റെബിലൈസ്ഡ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോൺ ആണ് ഉണ്ടാക്കേണ്ടത്. അത് നമുക്ക് എങ്ങനെയും ഉണ്ടാക്കാം. ടെർഷ്യറി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള സെക്കൻഡറി കാർബോകാറ്റയോൺ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. സോ നമ്മുടെ സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആ ഒരു ബ്രോമിൻ Br- പോസിറ്റീവ് ചാർജിലേക്ക് അറ്റാക്ക് ചെയ്യാം. സോ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ആണ് ഇത്. ഇപ്പൊ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫിഫ്ത്ത് വൺ. ഇവിടെ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് AgNO2 വെച്ചിട്ടാണ്. സോ എങ്ങനെ നമ്മുടെ റിയാക്ഷൻ ഉണ്ടാകുക, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്
ഈ ഒരു മീഥൈലിന്റെ ഈ ഒരു ബോണ്ട് ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് പോകും. ദെൻ എന്ത് ഫോം ചെയ്യും? ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യും. ദെൻ റിങ്ങിന്റെ കോൺട്രാക്ഷൻ നടത്തും. നമുക്ക് ടെർഷ്യറി കാർബോകാറ്റോൺ ആക്കണം. ടെർഷ്യറി കാർബോകാറ്റോൺ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് റിങ്ങിന്റെ കോൺട്രാക്ഷൻ ആണ് ഇവിടെ നടത്തേണ്ടത്. അപ്പൊ ഇവിടുന്ന് ഈ ഒരു ബോണ്ടിന്റെ കോൺട്രാക്ഷൻ സംഭവിച്ചിട്ട് ഇങ്ങനൊരു കോമ്പൗണ്ട് നമുക്ക് ഫോം ചെയ്യും. സോ ഇതിൽ എന്താണുള്ളത്? പ്രൈമറി കാർബോകാറ്റോൺ ആണ് ഫോം ചെയ്യുന്നത്. നമുക്ക് ഇതിനെ എന്താക്കി മാറ്റണം? ടെർഷ്യറി ആക്കി മാറ്റണം. അപ്പൊ എന്താ നടക്കുക? ഈ പ്ലസ് ചാർജ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ദെൻ ഹൈഡ്രജൻ നേരെ ഓപ്പോസിറ്റും ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടും. ഇതെന്താണ്? ടെർഷ്യറി കാർബോകാറ്റോൺ ആണ്. സോ സ്റ്റേബിൾ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ NO2 മൈനസിന് അറ്റാക്ക് ചെയ്യിപ്പിക്കാം. അപ്പൊ NO2 മൈനസ് ഇവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യും. നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ഇത് കിട്ടും. സോ നമ്മളിവിടെ റിംഗ് കോൺട്രാക്ഷനും റിംഗ് എക്സ്പാൻഷനും ഒക്കെ ചെയ്യുന്ന എന്തിനാണ്? സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റോൺ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഈ ഒരു റിങ്ങില് ഇതൊരു 6 മെമ്പേർഡ് റിംഗ് ആണ്. ഇവിടെ കോൺട്രാക്ഷൻ നടന്നിട്ട് 5 മെമ്പേർഡ് റിംഗ് ആക്കുന്നുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാല് ടെർഷ്യറി കാർബോകാറ്റോൺ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ ക്വസ്റ്റ്യനും ഏകദേശം സെയിം മെത്തേഡ് തന്നെയാണ്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ടെർഷ്യറി കാർബോകാറ്റോൺ ആക്കുക ആ ഒരു ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കണം. ചിലപ്പോൾ റിംഗ് കോൺട്രാക്ഷൻ ആയിരിക്കും നടത്തേണ്ടി വരിക, ചിലപ്പോൾ റിംഗ് എക്സ്പാൻഷൻ ആയിരിക്കും നടത്തേണ്ടി വരിക. എന്നിട്ട് സ്റ്റേബിൾ കാർബോകാറ്റോൺ ആക്കി വെക്കുക. ദെൻ നമ്മുടെ കാറ്റോണുമായിട്ട് അല്ല ആനിയോണുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യിക്കുക. സോ അങ്ങനെ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടും. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇത്. സോ ഇവിടെ എന്താണ്? HBr ആയിട്ടാണ് റിയാക്ട് ചെയ്യിക്കുന്നത്. ഫൈനൽ പ്രോഡക്റ്റ് എങ്ങനെ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് എന്താണ്? ഇത്ര ടൈം പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഒരു HBr ആയിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ ഫസ്റ്റ് H+ ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ആ H+ എവിടെ വന്ന് അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്? OH പോയിട്ട് അറ്റാക്ക് ചെയ്യും. സോ H+ OH വന്നിട്ട് അറ്റാക്ക് ചെയ്തിട്ട് OH2+ ഫോം ചെയ്യും. ദെൻ എന്ത് സംഭവിക്കും? അത് വാട്ടർ മോളിക്യൂൾ ആയിട്ട് എലിമിനേറ്റ് ചെയ്യും. ദെൻ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും. സോ ഇതെല്ലാം കൂടിയിട്ടാണ് ഒറ്റ സ്റ്റെപ്പിൽ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നു. ഇനി എന്താണ് ചെയ്യുക? ഇതിനെ നമുക്ക് 3 മെമ്പേർഡ് റിംഗ് ആക്കി മാറ്റണം. ഇതൊരു 4 മെമ്പേർഡ് റിംഗ് ആണ്. സോ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ 3 മെമ്പേർഡ് റിംഗ് ആക്കുക. അതെങ്ങനെയാ വെച്ചാൽ ഇതിന്റെ ഈ ഒരു കാർബണിന്റെ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും? ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ വരും. 3 മെമ്പേർഡ് റിംഗ് ആയിട്ടുള്ള നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കിട്ടും. ദെൻ എന്ത് ചെയ്യുക? നമ്മുടെ ബ്രോമിനുമായിട്ട് അറ്റാച്ച് ചെയ്യുക. അപ്പൊ ബ്രോമിൻ മൈനസ് Br- പോസിറ്റീവ് ചാർജിലൊക്കെ പോയിട്ട് അറ്റാച്ച് ചെയ്യും. ദെൻ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് വളരെ സിമ്പിൾ ആണ്. H2SO4 ആയിട്ടാണ് റിയാക്ട് ചെയ്യിക്കുന്നത്. അപ്പൊ എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്? H+ ആയിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്ത് സംഭവിക്കും? OHന്റെ ഇവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്യും. ദെൻ OH2+ ഫോം ചെയ്യും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ?
വാട്ടർ മോളിക്യൂളിന്റെ എലിമിനേഷൻ സംഭവിച്ചിട്ട് അവിടെ ഒരു പ്ലസ് ചാർജ് വരും. ഓക്കെ, ദെൻ ഹൈഡ്രൈഡിന്റെ ഷിഫ്റ്റ് ആണ് അവിടെ നടക്കുക. ഹൈഡ്രൈഡിന്റെ ഷിഫ്റ്റ് അല്ല, ഈ ഹൈഡ്രജൻ ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്തു പോകും. അപ്പൊ ഈ ബോണ്ട്, ഹൈഡ്രജന്റെ ഈ ബോണ്ട് ഇവിടത്തേക്ക് റീപ്ലേസ് ചെയ്യും. സോ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ആൽക്കീൻ കിട്ടും. കാരണം നമ്മൾ ഇവിടെ എന്തുകൊണ്ടാണ് ടെർഷ്യറി കാർബോക്യാറ്റോൺ ഒന്നും ആക്കാതെ, ടെർഷ്യറി കാർബോക്യാറ്റോൺ ആക്കാനുള്ള വേറൊരു സ്പേസ് അവിടെ ഇല്ല. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അപ്പൊ എങ്ങനെ നമ്മൾ നോക്കിയാലും നമുക്ക് അവിടെ ഒരു ടെർഷ്യറി കാർബോക്യാറ്റോൺ ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്ത് ഇതൊരു ആൽക്കീൻ ആക്കി മാറ്റുക ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് തന്നിരിക്കുന്ന ആ ഒരു റിയാക്ടന്റ് ഏതാണ് വെച്ചിട്ടായിരിക്കണം നമ്മൾ കാർബോക്യാറ്റോൺ ഒക്കെ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോക്യാറ്റോൺ ഏതാ നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യനിലും നമുക്ക് ടെർഷ്യറി കാർബോക്യാറ്റോൺ ആക്കാൻ പറ്റണമെന്നില്ല. സോ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കിയാൽ നമുക്ക് എന്താണ്, ടെർഷ്യറി കാർബോക്യാറ്റോൺ ആക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആ ഒരു സ്റ്റെപ്പിൽ തന്നെ ഹൈഡ്രജനെ റിമൂവ് ചെയ്ത് നമ്മളൊരു ആൽക്കീൻ ആക്കി മാറ്റുക ചെയ്തത്. അപ്പൊ നമ്മൾ റിയാക്ടന്റ് നോക്കിയിട്ടായിരിക്കണം കേട്ടോ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോക്യാറ്റോൺ ഏതാണെന്ന് വെച്ചിട്ട് നമ്മൾ അത് ഫോം ചെയ്യേണ്ടത്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ബെൻസിൻ റിയാക്ട് ചെയ്യുന്നതാണ്. സോ ബെൻസിൻ അലൂമിനിയം ക്ലോറൈഡും അതുപോലെ തന്നെ ക്ലോറോപ്രോപ്പേനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് എന്താ നോക്കാം. അപ്പൊ ഫസ്റ്റ് ഈ ഒരു സ്ട്രക്ചർ അലൂമിനിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും, ഇവിടുത്തെ ക്ലോറിൻ റിമൂവ് ചെയ്തിട്ട് അവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും. ആൻഡ് ദിസ് ഈസ് ദ പ്രൈമറി കാർബോക്യാറ്റോൺ. ആൻഡ് പ്രൈമറിനെ നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യും, സെക്കൻഡറി കാർബോക്യാറ്റോൺ ആക്കും. ഇവിടെ ഹൈഡ്രൈഡിന്റെ ഷിഫ്റ്റാണ് നടക്കുന്നത്. അതായത് ഇത് ഇങ്ങോട്ടേക്ക് പ്ലസ് ചാർജ് ഷിഫ്റ്റ് ചെയ്യും, ദെൻ ഹൈഡ്രൈഡ് ഇങ്ങോട്ടേക്കും ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ ആണിത്, സെക്കൻഡറി കാർബോക്യാറ്റോൺ. ഇനി എന്ത് സംഭവിക്കും, ഈ ഒരു സെക്കൻഡറി കാർബോക്യാറ്റോൺ നമ്മുടെ റിയാക്ടന്റ് ആയ ബെൻസീനിലെ അതുമായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, അതായത് ഈ ഒരു പോസിറ്റീവ് ചാർജ് ഇവിടത്തേക്ക് വന്നിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ?